രണ്ട് ഭാര്യമാർക്കൊപ്പം ഒരു വീട്ടിൽ താമസം. സ്ഥിരം മദ്യപിച്ച് ആദ്യ ഭാര്യയോട് ബഹളം. ഒടുവിൽ അച്ഛനെ കഴുത്തറുത്ത് കൊന്ന് തീയിട്ട് കത്തിച്ചു മകൻ. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടുത്തെ മുൻ ഗ്രാമമേധാവി, സർപഞ്ച് എന്ന് പറയും, മുൻ സർപഞ്ച് ഉൾപ്പെടെ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകം നടത്തിയതോ ആ പ്രായപൂർത്തിയാകാത്ത ഇളയ മകൻ, ആ പയ്യനാണ് കേസിൽ പിടിയിലാവുന്നത്. രാം സിംഗ് എന്നാണ് അയാളുടെ പേര്. രാം സിംഗിന്റെ ആദ്യ ഭാര്യ സുനിതയുടെ ഇളയ മകനാണ് ഈ കൊലപാതകം നടത്തിയത്. അജ്മീർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെ ശ്രീരാംപുര എന്ന ഗ്രാമം. അവിടുത്തെ മുൻ സർപഞ്ചാണ് ഇപ്പോൾ ചിത്രത്തിൽ കണ്ട രാം സിംഗ്. വീട്ടിൽ നിന്ന് 500 മീറ്ററോളം അകലെ കത്തിയെരിഞ്ഞ ഒരു സ്കോർപിയോ, അതിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തുന്നത്. രാം സിംഗ് ചൗധരി, അയാളുടെ 2ാം ഭാര്യ സൂര്യഗ്യാൻ, ഇയാളുടെ അമ്മ പൂസി ദേവി, ബന്ധുവായിട്ടുള്ള മഹിമ ചൗധരി, ഇങ്ങനെ 4 പേരുടെ മൃതദേഹങ്ങളാണ് ആ കത്തിക്കരിഞ്ഞ സ്കോർപിയോയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. 2 തവണ കല്യാണം കഴിച്ചിരുന്നു ഈ രാം സിംഗ്. ആ കുടുംബത്തിൽ കലഹം അത് സ്ഥിരമായിരുന്നു. എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന ഈ രാം സിംഗ് വീട്ടിലെത്തിയാൽ പിന്നെ വലിയ ബഹളമാണ്. അതും ആദ്യ ഭാര്യയോടാണ്, സുനിതയോട്. അതിക്രൂരമായി ഈ സുനിത എന്ന ആദ്യ ഭാര്യയെ ഇയാൾ മർദ്ദിക്കും. ഈ സുനിതയുടെ ഇളയ മകനാണ് ഈ പറഞ്ഞ പ്രതി. എന്താണെങ്കിലും ഈ ഇളയ മകനും ഒപ്പം ആ മകളും ഈ മർദ്ദനത്തിന്റെ ഇരകളാണ് സ്ഥിരമായി. അങ്ങനെ പീഡനം സഹിക്കവയ്യാതെയാണ് ഈ രാം സിംഗ് ചൗധരിയെ കൊന്നുകളയാൻ ആ ഇളയ മകൻ തീരുമാനിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. प्रथम पत्नी थी सुनीता, उससे काफ़ी लंबे समय से विवाद चल रहा था, रहती घर पे ही थी। तो कल भी देर शाम काफ़ी लंबा विवाद चला। उसके बाद सुनीता और उसके दोनों बच्चे, एक नाबालिग है और दूसरे उसकी बेटी सरिता, इन्होंने मिल करके इन सब का मार दिया और शार्प वेपन का इस्तेमाल किया। और उसके बाद ही बॉडी को गाड़ी में डाल करके और घर से थोड़ा दूर ले जा करके और फिर उस पूरे घटनाक्रम को अंजाम दिया है. ആളിക്കത്തുന്ന സ്കോർപിയോ കാർ, ആ വാഹനത്തിന് തീ അണച്ചപ്പോൾ അതിനുള്ളിൽ 4 മൃതദേഹങ്ങൾ. സ്വാഭാവികമായും അതൊരു അപകടമാണ്, തീപിടുത്തം ഉണ്ടായതാണ് എന്നുള്ളതായിരുന്നു കരുതിയത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. അത് ഒരു കൊലപാതകമാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായി. 2005 ഈ രാം സിംഗ് സുനിതയെ വിവാഹം കഴിക്കുന്നത്. 2 പേർക്കും അങ്ങനെ ഒരു മകളും ഒരു മകനുമുണ്ട്. 2019 സുനിതയുടെ എതിർപ്പൊക്കെ തള്ളിക്കൊണ്ട് ഈ രാം സിംഗ് ഈ സൂര്യഗ്യാൻ ദേവി എന്ന സ്ത്രീയെയും വിവാഹം കഴിച്ചു. അങ്ങനെ 2 ഭാര്യമാരും ഒരേ വീട്ടിലാണ്. ആ വീട്ടിൽ സ്ഥിരമായ കലഹം. മദ്യപിച്ചു വരും രാം സിംഗ്, സ്ഥിരമായി സുനിതയും മക്കളെയും മർദ്ദിക്കും. ഈ മർദ്ദനം മുഴുവൻ ഏറ്റുവാങ്ങുന്ന സുനിതയ്ക്കാണ് ആ വീട്ടുജോലികളുടെ ഭാരം മുഴുവൻ. ആ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകാനുള്ള അനുവാദം പോലും സുനിത എന്ന ആദ്യ ഭാര്യയ്ക്ക് അയാൾ നൽകിയിരുന്നില്ല. ഈ അമ്മയോടുള്ള ക്രൂരത അത് ദിനം പ്രതി കണ്ട് മനമെടുത്താണ് അച്ഛനോട് ആ കുട്ടിക്ക് വൈരാഗ്യം തോന്നിയത് എന്നാണ് ആ മകൻ പോലീസിനോട് പറഞ്ഞത്. ബുധനാഴ്ച ഈ രാം സിംഗും സുനിതയും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. അന്ന് അച്ഛനോട് നേരിട്ട് അവൻ പറഞ്ഞു, അച്ഛൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു എങ്കിൽ പോലും നേരിട്ട് അച്ഛനോട് പറഞ്ഞു, തന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. അന്ന് രാത്രി തന്നെ അവനത് നടപ്പാക്കി. അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും അവനെ സഹായിക്കുകയും ചെയ്തു. ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ രാം സിംഗ്. ഈ രാം സിംഗിന്റെ കൈയും കാലും 3 പേരും ചേർന്ന് പിടിച്ചു. കഴുത്തറുത്താണ് സ്വന്തം അച്ഛനെ ആ പ്രായപൂർത്തിയാകാത്ത മകൻ കൊന്നുകളഞ്ഞത്. ഇത് കേട്ട് ഇതിന് ശബ്ദമേറ്റ് ഞെട്ടി ഉണർന്നു കരഞ്ഞു ഈ 2ാം ഭാര്യയായിട്ടുള്ള സൂര്യഗ്യാൻ ദേവി. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരെയും കഴുത്തറുത്തു. ഈ ബഹളമൊക്കെ കേട്ട് ഓടിയെത്തി അവരുടെ മുത്തശ്ശി രാം സിംഗിന്റെ അമ്മ പൂസി ദേവിയും
ഒപ്പം ഓടിയെത്തിയ അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള അനന്തരവളായിട്ടുള്ള മഹിമയും ഈ സുനിതയും ഒപ്പം അവരുടെ 2 മക്കളും ചേർന്നങ്ങ് കൊന്നുകളഞ്ഞു. പിന്നീട് ഈ മൃതദേഹങ്ങളെല്ലാം ആ സ്കോർപിയോ കാറിലേക്ക് കയറ്റി, അതിലെ സീറ്റിലിരുത്തി. എന്നിട്ട് ആ വണ്ടി അടച്ച് ഏതാണ്ട് വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരെ എത്തിച്ച് അവിടെ വെച്ച് തീയിട്ടു എന്നാണ് ആ പ്രായപൂർത്തിയാകാത്ത പ്രതി മൊഴി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. കത്തിച്ചാരമായ നിലയിലായിരുന്നു ലഭിച്ച മൃതദേഹങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അതൊരു സ്വാഭാവിക മരണമാണ്, അപകട മരണമാണ് എന്നുള്ള തോന്നലുണ്ടാകാൻ കാരണം. പക്ഷേ പിന്നീട് കൂടുതൽ പരിശോധനകൾ നീങ്ങിയപ്പോൾ മൃതദേഹങ്ങൾക്കെല്ലാം കഴുത്തറുത്ത നിലയിലാണ്, മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം ബോധ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.